റൂൾ 50 സഭാ നടപടികൾ നിർത്തിവെക്കുവാനുള്ള ഉപക്ഷേപം. സംസ്ഥാനത്തെ പാവപ്പെട്ട കുടുംബങ്ങളെ മറ്റ് വരുമാനമില്ലാത്ത സ്ത്രീകൾക്കായി മുൻ സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള പ്രതിമാസ ധനസഹായം കഴിഞ്ഞ 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിവിശേഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ ശ്രീ AC മൊയ്തീൻ, ശ്രീ K രാജൻ, ശ്രീ PK പ്രവീൺ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഈ വിഷയം നമ്മുടെ ബജറ്റിൻ്റെ ചർച്ചയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിക്കുകയും അതിന് ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉത്തരം പറയുകയും ചെയ്തതാണ്, ഇതിൻ്റെ വിശദാംശങ്ങൾ പറയുകയും ചെയ്തതാണ്. സർ, ഈ പദ്ധതി ഇവിടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയത് 2026 ഫെബ്രുവരി 11 ഫെബ്രുവരി 11 2026 ഫെബ്രുവരി 11 തീയതിയാണ്, അതായത് ഇലക്ഷന് തൊട്ട് മുമ്പ്. അതായത് മാർച്ച് 16 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ 1 മാസം മുമ്പാണ് ഇത് ചെയ്തത്. സർ, എന്നിട്ട് നിങ്ങൾ കേൾക്കണം, ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തെയും ധനസഹായം അനുവദിക്കുന്നത് മാർച്ച് 16 തീയതിയാണ്. യഥാർത്ഥത്തിൽ അന്നാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. അന്നാണ് ഈ ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തെയും ധനസഹായം അനുവദിക്കുന്നത് മാർച്ച് 16 തീയതിയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ്. സർ, ഒരു തയ്യാറെടുപ്പും കൂടാതെ നടത്തിയ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതിൽ ഫീൽഡ് ലെവൽ പരിശോധന നടന്നിട്ടില്ല എന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് ആദ്യം പറഞ്ഞത് 31.34 ലക്ഷം പേരെയാണ്. പിന്നീട് അത് 16.4 ലക്ഷമായി നിജപ്പെടുത്തി. സർ, ഈ പദ്ധതി കൃത്യമായി പരിശോധിക്കാതെ ഇതിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത രീതിയെക്കുറിച്ചുള്ള വ്യാപകമായ പരാതികൾ ഉൾപ്പെടെ ഉണ്ട്. അത് പരിശോധിക്കാതെ ഈ പദ്ധതി തുടരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഞാനത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ തുടരണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഈ ബജറ്റിൽ 1770 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഞങ്ങളിത് ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന പരിപാടിയാണ്, ഇത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ പരിശോധിക്കും ഇതെങ്ങനെയാണ് ഈ പരിപാടി, എങ്ങനെയാണ് ഇതിന്റെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത്. ഒരു പഞ്ചായത്തിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന്റെ സെക്രട്ടറിയാണ് എല്ലാ ആപ്ലിക്കേഷൻസും കൂടി വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തീരുമാനിച്ച് ഇവർ വേറെ പെൻഷൻ മേടിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ എന്നുള്ള കൃത്യമായ പരിശോധന പോലും നടത്താതെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു പദ്ധതിയാണ് ഇത്. അത് സർ, ഇത് നേരത്തെ മറുപടി പറഞ്ഞ കാര്യമാണ്. ഇത് തന്നെയാണ് ഇതിന്റെ മറുപടി. ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. ശ്രീ AC മൊയ്തീൻ, സഭാ നടപടികൾ AC മൊയ്തീൻ. നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാനങ്ങളിലും വീട്ടമ്മമാർക്ക് അവരുടെ ഗാർഹിക ജോലികളുടെ മൂല്യം കണക്കിലെടുത്ത് സാമൂഹ്യ സുരക്ഷ നൽകുന്നൊരു പദ്ധതി നിലവിലില്ല. പല മാതൃകാപരമായ നിയമങ്ങളും നടപടികളും സ്വീകരിച്ച സഭയാണ് സാർ നമ്മുടെ കേരള നിയമസഭ. ആ അർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരാദ്യമായ ചുവടുവെപ്പാണ് 2025 ഒക്ടോബറിലാണ് സാർ മുഖ്യമന്ത്രി പറയുന്ന പോലെ പണം കൊടുത്തതിൻ്റെയല്ല അതിൻ്റെ നടപടിക്രമം തുടങ്ങിയത്. അതിന് പരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ടായി. അപേക്ഷിച്ച ആളുകളെ നമ്മുടെ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപനാടിസ്ഥാനത്തിൽ പരിശോധിച്ച് വിലയിരുത്തിക്കൊണ്ടാണ് ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിൽ പരിശോധനയില്ലാതെയല്ല, പരിശോധന ഉണ്ടായിട്ട് തന്നെയാണ്. അതിൽ ഭരണകക്ഷി അംഗങ്ങൾ മാത്രമല്ല സർ, പഞ്ചായത്തുകളിൽ കേരളത്തിൽ ഇപ്പോൾ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ട് എടുത്ത് പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും UDFന് കൂടി പ്രാതിനിധ്യമുള്ള മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാതെ എല്ലാവരും കൂടി ചേർന്ന ഒരു സമിതി തെരഞ്ഞെടുത്ത ഒരു കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറയുന്നത് ആരെ സഹായിക്കാനാണ് സാർ എന്ന് വ്യക്തമാക്കണം. ആ കാര്യത്തിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രധാന ചുവടുവെപ്പാണ്. മറ്റു സാമൂഹ്യക്ഷേമ പദ്ധതികൾ അംഗങ്ങളല്ലാത്ത മാനദണ്ഡങ്ങളുണ്ട് സാർ ഇതിന്. AY കാർഡ്, അന്ത്യോദയ അന്നയോജന പദ്ധതി, മുൻഗണനാ വിഭാഗത്തിലുള്ളവർ, സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് സാർ. ട്രാൻസ് വുമൺ, അവരുൾപ്പെടെയുള്ള സ്ത്രീകളാണ് സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ.
അതിന് കൃത്യമായി രേഖയുള്ളതല്ലേ സാർ? മറ്റ് ഏതെങ്കിലും ഇനത്തിൽ ഇവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കില്ല എന്നുള്ള കൂടിയുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും ശാക്തീകരണത്തിന്റെ കാര്യത്തിലും വിപ്ലവകരമായ ഒരു പരിപാടിയായിരുന്നു സാർ ഈ നടപ്പിലാക്കിയ പദ്ധതി. ഏകദേശം 31 ലക്ഷത്തിലധികം ആളുകൾ ഈ ഗണത്തിൽ ഇതിന്റെ ഗുണഭോക്താക്കളായി ഉണ്ടാകും എന്നാണ് കണക്കാക്കിയിരുന്നത്. അതിനായി സംസ്ഥാന ബഡ്ജറ്റിൽ മുമ്പ് അവതരിപ്പിച്ച ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 3720 കോടി രൂപ LDF സർക്കാർ ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നു. വീട്ടുജോലികളിൽ, വീടിനകങ്ങളിൽ ഒക്കെ തളയ്ക്കപ്പെട്ട സ്ത്രീകൾ അവരുടെ ഗാർഹിക ജോലികളുടെ മൂല്യം അംഗീകരിക്കുക എന്നുള്ള സമീപനമാണ് സാർ ഒരു സ്ത്രീ സൗഹൃദ നിലപാട് സ്വീകരിക്കുന്ന LDF ഗവൺമെന്റ് അന്ന് ചെയ്തത്. അവരുടെ അധ്വാനമാണ് ഈ രാജ്യത്തിന്റെ പുരോഗതി എന്ന് സുപ്രീം കോടതി പോലും കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി സാർ. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, ജസ്റ്റിസ് NK സിംഗ് അവരുടെ വിധിന്യായത്തിൽ പറയുന്നത് സാർ, ഗൃഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാർ രാഷ്ട്രശില്പികളാണെന്നും അവരുടെ അധ്വാനം രാജ്യത്തിന്റെ പുരോഗതിയുടെ ആധാരമാണെന്നും ഈ കഴിഞ്ഞ ജൂൺ 11 സാർ അങ്ങനെ ഒരു നിരീക്ഷണം അവർ നടത്തിയത്. സാർ, അത്തരമൊരു സാഹചര്യമുള്ളപ്പോൾ അത് നേരത്തെ കൂട്ടിക്കണ്ട് കേരളത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യം, LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യം നാടിന്റെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കിയല്ലേ സാർ? അതിനെന്താണ് സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്നത്? ഇതില് കഴിഞ്ഞ മാസം വരെ പെൻഷൻ തുക, മാർച്ച് മാസം വരെ പെൻഷൻ തുക അപേക്ഷിച്ച് ഇങ്ങനെ പരിശോധന പൂർത്തിയാക്കിയ വീട്ടമ്മമാർക്ക് നൽകുകയുണ്ടായി മുടങ്ങാത്ത രീതിയിൽ. തുടക്കത്തിൽ അപേക്ഷിച്ച് 16 ലക്ഷം പേരാണ് സാർ. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ കണക്ക് പറഞ്ഞത്. ആ 16 ലക്ഷം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണം നൽകുകയുണ്ടായി. ഇപ്പോ 5 ലക്ഷത്തോളം അപേക്ഷകൾ പരിശോധന കഴിഞ്ഞിരിക്കുന്നുണ്ട് സാർ. 5 ലക്ഷത്തോളം അപേക്ഷകൾ പരിശോധിച്ച് ഈ പഞ്ചായത്തുകളുടെ നിലവിലുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് പരിശോധിച്ചിട്ടുള്ളത്. അത് ഇപ്പോ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുക സാർ. ഇത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. കഴിഞ്ഞ 22-ാം തീയതിയും അദ്ദേഹം ഇത് പറഞ്ഞു. 22-ാം തീയതി ശ്രീമതി OS അംബികയുടെ ചോദ്യത്തിന് മറുപടിയായി ഇപ്പൊ പറഞ്ഞ മറുപടി അദ്ദേഹം പറയുകയുണ്ടായി. ഇത് പരിശോധിക്കണം. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് അസാമാന്യമായ വേഗതയുള്ള ഒരാളല്ലേ സാർ? ധവളപത്രം പുറപ്പെടുവിപ്പിച്ചോ ഇത് പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൽ അന്യായം നടന്നിട്ടുണ്ടോ, മറ്റു കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതിവേഗത്തിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും ഈ കാര്യത്തിൽ, പാവപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രം എന്താണ് സാർ താമസം? ധനവകുപ്പ് ഒരു തീരുമാനവും എടുക്കാതെ ഇത് തടഞ്ഞു വെച്ചിരിക്കുക. 16 ലക്ഷം സ്ത്രീകളാണ് സാർ ഈ ക്രൂരത ഇപ്പോ കാണിച്ചിട്ടുള്ളത്. സാധാരണഗതിക്ക് UDFന്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണോ? മുമ്പ് മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കാര്യത്തിൽ പ്രത്യുൽപാദനപരമല്ല എന്ന സമീപനം സ്വീകരിച്ച് നമുക്കറിയാം. ആ പെൻഷൻ 45 രൂപ തുടങ്ങി ഈ കേരളത്തിന്റെ ഭരണത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ വർദ്ധിപ്പിച്ചതാരാണെന്നും അറിയില്ലേ സാർ? 100 രൂപയാ ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടി സർക്കാർ വർദ്ധിപ്പിച്ചത്. അതാണ് ഞങ്ങൾ ഈ സഭയിൽ ആ കാലത്തുണ്ടായിരുന്ന കുടിശ്ശികയെ കുറിച്ച് ഉന്നയിച്ചത്. ആ കുടിശ്ശികയുടെ കാര്യം പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തുകയുണ്ടായി. വിശദീകരണം പറഞ്ഞത് നിങ്ങൾ കടം വാങ്ങിച്ചിട്ടാണ് കൊടുത്തത് എന്നാണ് സാർ. അവസാനിപ്പിക്കാൻ സാർ, വളരെ കുറച്ച് സമയമല്ലേ സാർ ഞാൻ എടുത്തോളൂ. വളരെ കുറച്ച് കൂടുതൽ ഈ വിഷയത്തിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ് സാർ ഞാൻ പറയുന്നത്. ഈ വിഷയത്തിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതില് കടമെടുത്തു കൊടുത്ത് പറഞ്ഞു സാർ, ഞങ്ങൾ പരിധിക്കകത്ത്, കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിനപ്പുറത്ത് പരിധിക്കപ്പുറത്ത് കടമെടുക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയുമോ സാർ? അത് ഞങ്ങൾ കൊടുക്കേണ്ട ബാധ്യതയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ തുടർച്ച എന്നുള്ളൊരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് ബാധ്യത ഈ ഭരണഘടനാപരമായില്ലേ സാർ? ആ കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് നയം ശരിയല്ല. ഗവൺമെന്റ് ആ നിലപാട് ഈ കാര്യത്തിൽ ശരിയല്ല. ഈ പദ്ധതിയെ തകർക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ 1000-ൽ പരം കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കേണ്ടായി. പക്ഷേ അതുമേൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. തീരുമാനമെടുക്കുമോ എന്ന് ഞങ്ങൾ ആലോചിക്കും എന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ പദ്ധതിയുടെ അവസ്ഥയോടൊപ്പം തന്നെ സാർ, ഈ വിദ്യാർത്ഥിനികൾക്ക് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കണക്ട് ടു വർക്ക് എന്ന പദ്ധതി അത് നടപ്പാക്കിയ സംസ്ഥാനമാണ്. അതിന്റെ ഭാവി എന്താവും സാർ?
മറ്റെല്ലാ കാര്യങ്ങളിലും വിഷനുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചവരല്ലേ. ഈ വിഷനിൽ ഈ പാവപ്പെട്ട കുട്ടികൾക്കുള്ള സഹായം പെടില്ലേ സാർ? ഇന്ന് ഈ പദ്ധതികളുടെ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം നമ്മൾ പരിശോധിക്കണം. UDF നയത്തിന്റെ ഭാഗമായി 16 ലക്ഷത്തിലധികം വരുന്ന വീട്ടമ്മമാർക്ക് വന്നുപെട്ടിട്ടുള്ള ഈ ദുര്യോഗം അവസാനിപ്പിക്കാൻ എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നുള്ളതിന്റെ മറുപടി ഇപ്പോൾ വന്നു കഴിഞ്ഞു സാർ. എന്ന് പറഞ്ഞാൽ ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, പണം വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും പരിശോധിക്കണം. അതിൽ അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ സംവിധാനത്തിന് ഞങ്ങളെതിരല്ല സാർ. അതിൽ തെറ്റായ എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് പകരം ഈ പാവപ്പെട്ടവർക്ക് കിട്ടിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തണം. അങ്ങനെയാണെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷനിൽ ആക്ഷേപമില്ല സാർ. ആ പദ്ധതി ആകെ നിർത്തിവെച്ചിട്ടാണോ അതിനെക്കുറിച്ചുള്ള പരിശോധന നടക്കുക? സാധാരണഗതിയിൽ ആ പരിശോധന നടക്കേണ്ടത് ഇതിന്റെ തുടർ നടപടികളിലൂടെ ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുക എന്നുള്ളതല്ലേ. അപ്പം മുഖ്യമന്ത്രിയുടെ ആ കാര്യത്തിലുള്ള സമീപനം വളരെ നിഷേധാത്മകമാണ് തുടക്കം മുതൽ. അതൊരു സർക്കാരിന്റെ നയമായിട്ട് ഈ സ്ത്രീകൾ കാണുകയാണ് സാർ. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷ നൽകി വരുന്ന കാര്യത്തിൽ ഈ പരിശോധനയുടെ ഭാഗമായി എന്നത്തേക്ക് തീരും സാർ ഈ പ്രശ്നം? പുതിയ അപേക്ഷകളല്ല, പഴയ അപേക്ഷകളല്ല കൊടുത്തിട്ടില്ല, പുതിയ അപേക്ഷകളും ഇപ്പൊ കൊടുത്ത് ഞങ്ങൾക്ക് ഈ സഹായം ഉണ്ടാകും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ എന്താണ് സാർ ഇതിന്റെ സ്ഥിതി? ഈ കുടിശ്ശിക തുക കൊടുക്കാൻ സർക്കാർ നിലപാട് സ്വീകരിക്കുമോ എന്ന് വ്യക്തമാക്കുന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇല്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് സാർ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോടുള്ള ഈ UDF സർക്കാരിന്റെ വെല്ലുവിളിയാണ്, നിഷേധാത്മകമായ സമീപനമാണ്. 16 ലക്ഷം വീട്ടമ്മമാരുടെ കണ്ണീര് കാണാൻ ഈ ഗവൺമെന്റ് ഇത്രയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതിശയകരമാണ് സാർ. ജനക്ഷേമ പദ്ധതികളെ തകർത്ത് സ്വകാര്യവൽക്കരണത്തിന്റെ നിലയിലേക്ക് പോകുന്ന ഈ സർക്കാർ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ താല്പര്യം ബലി കഴിക്കുന്ന ഈ നിലപാട് ഉൾപ്പെടെയാണ് സാർ ഇതിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ഗൗരവപ്പെട്ട 10-30 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ബാധിക്കുന്ന ഈ ഗൗരവപ്പെട്ട വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് സാർ. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഒരു അധികാരത്തിലിരുന്നത് 120 മാസമാണ്, 10 വർഷം. 120ാമത്തെ മാസം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് സാർ. ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്, ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടെന്ന് പറയുന്നത്. സാറെ, പ്രകടന പത്രികയിലുള്ള കാര്യം തുടങ്ങുമ്പോഴാണോ അവതരിപ്പിക്കുന്നത്, പോകുന്ന പോക്കിനാണോ അവതരിപ്പിക്കുന്നത്, നടപ്പാക്കുന്നത്? അല്ല, നിങ്ങൾ 2500 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് അത് പറഞ്ഞിട്ടാണ് ഒത്തുചേടി അധികാരത്തിൽ വന്നത്. എന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിക്കൊടുത്തില്ല. പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഒരു 400 രൂപ കൂട്ടി 2000 ആക്കി. പോണപോക്കിന് അങ്ങനെയാണോ പ്രകടന പത്രിക നടപ്പാക്കുന്നത്? ഞങ്ങൾ നോക്ക്, ഞങ്ങൾ പ്രകടന പത്രിക, ഇവിടെ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും പറയില്ല. ഞങ്ങൾ ആദ്യത്തെ മാസത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഞങ്ങൾ നടപ്പിലാക്കി. ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനിച്ച് 1 മാസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കി. ഞങ്ങള് ഇവിടെ സ്ത്രീകളോട്, ഇത് ശരിയല്ല, അത് നിങ്ങൾ ഇപ്പുറത്ത് 99 പേര് ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായിരിക്കും. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, 101 പേര് കൂടിയിട്ടാ. അപ്പൊ ഞാൻ ശരിക്കും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുള്ളൂ. ഒരു ബഹളമുണ്ടാക്കിയാലും ഞാൻ മാറില്ല. നിങ്ങള് സ്ത്രീകളോട് സ്നേഹം. ഈ ആശാ വർക്കർമാര് ആ തെരുവില് സമരം ചെയ്തില്ലേ എത്ര മാസക്കാലം? നിങ്ങൾ തലമുണ്ടനം ചെയ്തില്ലേ സ്ത്രീകൾ? നിങ്ങൾ അവർക്ക് സഹായിച്ചില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ കളിയാക്കി, പരിഹസിച്ചു, പാട്ടവർക്കികളെന്ന് പറഞ്ഞു, എന്തെല്ലാം മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. സാർ, ഞങ്ങൾ എന്താ ചെയ്തത്? ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അവർക്ക് 3000 രൂപ ഞങ്ങൾ കൂട്ടിക്കൊടുത്തു. സാർ, അത് മാത്രമല്ലല്ലോ, അംഗൻവാടി തൊഴിലാളികൾക്ക് സ്ത്രീകളാണല്ലോ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നെല്ലാവർക്ക് എല്ലാവർക്കും ആദ്യത്തെ ക്യാബിനറ്റിൽ തുക വർദ്ധിപ്പിച്ച് നൽകി. മനസ്സിലായോ? ഞങ്ങളാണ് സ്ത്രീപക്ഷം, നിങ്ങളല്ല, നിങ്ങളായിരുന്നില്ല. നിങ്ങൾ സ്ത്രീ വിരുദ്ധ പക്ഷ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അങ്ങ് ബഹുമാനപ്പെട്ട അംഗം
ആ സ്ത്രീപക്ഷത്തെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ, അല്ലെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടതല്ല. സാർ പ്ലീസ്, അങ്ങ് ഞാൻ പറയട്ടെ, ഇരിക്കി സാർ. പിന്നെ നിങ്ങൾ പോകുന്ന പോക്കിൽ ഈ പെൻഷൻ കൊടുത്തതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞു പേ കമ്മീഷൻ, നിങ്ങൾ പറഞ്ഞല്ലോ സാമ്പത്തികമായ ബാധ്യതകളെ കുറിച്ചാണല്ലോ പറഞ്ഞത്, വൈറ്റ് പേപ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. സാർ, പേ കമ്മീഷൻ എല്ലാ ഗവൺമെന്റും അതാത് സമയത്ത് നേരത്തെ പേ കമ്മീഷൻ പ്രഖ്യാപിച്ച് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ പേ കമ്മീഷന്റെ ശുപാർശകൾ ഇംപ്ലിമെന്റ് ചെയ്യും. നിങ്ങളല്ല, വൈറ്റ് പേപ്പറിനെ കുറിച്ചാണ് പറഞ്ഞത്. വൈറ്റ് പേപ്പർ നിങ്ങൾ പോണ പോക്കില് നിങ്ങൾ പേ കമ്മീഷൻ പ്രഖ്യാപിച്ചു, അതിന്റെ കാലാവധി ഈ സർക്കാരിന്റെ കാലത്ത് തീരും. നിങ്ങൾ കൊടുത്തോ? നിങ്ങൾ എത്രയോ വർഷക്കാലം DAയും DR-ഉം നിങ്ങൾ തടഞ്ഞു വെച്ചു. ലീവ് സറണ്ടർ നിങ്ങൾ തടഞ്ഞു വെച്ചു. എന്നിട്ട് പോകുന്ന പോക്കില് അത് കൊടുക്കാൻ പ്രഖ്യാപിച്ചു. കൊടുക്കേണ്ടതെല്ലാം ഞങ്ങളാണ്. നിങ്ങൾ ചെയ്യാതിരുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ ഫണ്ട്, പെൻഷൻ നിങ്ങൾ കൊടുത്തു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു. പക്ഷെ പെൻഷൻ ഫണ്ട് കടമെടുത്തിരിക്കുകയാണ്. എത്രയാ കടം? 17,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. 16 മാസത്തെ പെൻഷനാണ്. നിങ്ങൾ കൊടുത്ത 16 മാസത്തെ പെൻഷന്റെ ബാധ്യത ഈ സർക്കാരിന്റെ തലയിലാണ്. ഞങ്ങളത് കൊടുത്തു തീർക്കണം. അങ്ങനെയല്ല. നിങ്ങൾ 2016 ഉമ്മൻചാണ്ടി പോയപ്പോൾ 3 മാസത്തെ പെൻഷന്റെ കുറവാണ് ഉണ്ടായിരുന്നത്. ഐസക്കിന്റെ വൈറ്റ് പേപ്പർ എന്റെ കയ്യിലുണ്ട്. സർ, ഈ പദ്ധതി ഇത് കൃത്യമായിട്ടല്ല നടപ്പാക്കിയിരിക്കുന്നത്. ഇത് ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് തട്ടിക്കൂട്ടിയ ഒരു പദ്ധതിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വന്ന അന്നാണ് ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ നിങ്ങൾ കൊടുക്കുന്നത്. കൊടുത്തു പോണ പോക്കിന്, മനസ്സിലായ? പിന്നെ പറയും ഏതോ സമിതി തെരഞ്ഞെടുത്തെന്ന്. ഞങ്ങളൊക്കെ MLA-മാരായിരുന്ന ആളുകളാ, ഒരു സമിതി ഉണ്ടായിരുന്നില്ല. തോന്നിയവർക്ക് നിങ്ങൾ കൊടുത്താ. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഞങ്ങളൊക്കെ MLA-മാരായിരുന്നല്ലോ. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഏത് സമിതിയാണ്, ഏത് പഞ്ചായത്തിൽ ഏത് സമിതിയാണ് നിലവിലിരുന്നത്? ഒരു സമിതിയില്ല. അന്ന് വേണ്ടപ്പെട്ടവർക്കെല്ലാം നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയും നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയും കൂടി കൊടുത്താണ്. അതൊന്നും വളരെ കൃത്യമായിട്ട് പറയാം, അതൊന്നും പരിശോധിക്കാതെ പ്രശോധിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം. പരിശോധിച്ചിട്ട് അതിന്റെ തെറ്റുകളെല്ലാം ഉറപ്പാക്കിയിട്ടേ ഞങ്ങളത് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? നോക്കി അതിന്റെ തെറ്റുകളാണ് അത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കും ഒരു കോർപ്പറേഷൻ സെക്രട്ടറിക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കും വരുന്ന ആപ്ലിക്കേഷൻ മുഴുവൻ എങ്ങനെ പരിശോധിക്കുന്നത്? ഏത് ഡാറ്റയുടെ ഏതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒന്നും ഒരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും നടത്താതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തെ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയാണ്. 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ആ ഇലക്ഷൻ വരുമ്പോ. അതെന്താ കാര്യം? ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല കനത്ത തിരിച്ചടി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ? കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കൊടുത്തത്. മാർച്ച് 16-ാം തീയതി കൊടുത്ത കേസാണ്. അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസിന് അവതരണാനുമതി നിഷേധിക്കുന്നു. സർ, അതീവ നിർഭാഗ്യകരമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സർ, ഇത് അദ്ദേഹം ആവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരമൊരു അടിയന്തര പ്രമേയം തന്നെ ഇവിടെ വരാനിടയായത്. സർ, കഴിഞ്ഞ ജൂൺ 22-ന് ശ്രീമതി OS അംബികയുടെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായുള്ളതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ ആദ്യ വാചകം. സർ, സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുന്ന ഒന്നായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്.
ഇവിടെ പുതുതായി നടപ്പാക്കപ്പെട്ട പദ്ധതി എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. സർ, ഏത് പദ്ധതിയും നടപ്പാക്കിയതിന് ശേഷമാണല്ലോ പിന്നീട് അപേക്ഷയും മറ്റും സ്വീകരിക്കുന്ന നിലവരിക. ആ തീരുമാനം വന്നതിന് ശേഷമാണ് അപേക്ഷ നൽകുന്ന നിലയുണ്ടാവുക. സർ, ഇവിടെ 30-നും 60-നും ഇടയിൽ പ്രായമുള്ള AAY അല്ലെങ്കിൽ PHH റേഷൻ കാർഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മറ്റ് പെൻഷനുകളോ സർക്കാർ അല്ലെങ്കിൽ സമാന സ്ഥാപനങ്ങളിൽ നിന്നുള്ള സ്ഥിര വരുമാനമോ ലഭിക്കാത്ത അർഹരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമാണ് അപേക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നത്. സർ, അപേക്ഷകരുടെ അർഹതയുടെ പരിശോധനയെ നടന്നില്ല എന്നാണ് മുഖ്യമന്ത്രി സ്ഥാപിക്കാൻ നോക്കിയത്. സർ, ഇതിൽ K-സ്മാർട്ട് മുഖേനയുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹത്തിന് അറിയാത്തതല്ല. സർ, K-സ്മാർട്ട് പ്ലാറ്റ്ഫോം, ആധാർ, പൊതുവിതരണ സംവിധാനം, മരണ രജിസ്ട്രി, സർവീസ് പെൻഷൻ പരിശോധനയ്ക്കുള്ള സ്പാർക്ക്, ക്ഷേമ പെൻഷൻ പരിശോധനയ്ക്കുള്ള സേവന പെൻഷൻ, ട്രഷറി സർവീസ്, ഇങ്ങനെയുള്ള വിവിധ സർക്കാർ ഡാറ്റാബേസുകളുമായും സേവനങ്ങളുമായും സംയോജിപ്പിച്ചിരിക്കുന്ന റൂൾ എഞ്ചിൻ ഉപയോഗിച്ചാണ് അപേക്ഷകരുടെ അർഹത പരിശോധിക്കുന്ന നിലയും അപേക്ഷകൾ പ്രോസസ്സ് ചെയ്യുന്ന നിലയും സ്വീകരിച്ചത്. സർ, അതോടൊപ്പം തന്നെ അർഹരായ അപേക്ഷകർക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആവശ്യമായ അനുബന്ധ രേഖകളും പോർട്ടൽ മുഖേന സമർപ്പിക്കാനും അവസരമുണ്ടായിരുന്നു. സർ, ഇവിടെ സ്വീകരിച്ച മുൻകരുതലുകൾ, അപേക്ഷിക്കുന്നയാൾ ആധാർ കാർഡ് നൽകുമ്പോൾ സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമാണോ, ബോർഡ് പെൻഷനുകളിൽ ഭാഗമാണോ, ക്ഷേമ പെൻഷൻ ഉണ്ടോ, ഇതെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജീവനക്കാർക്കുള്ള സ്പാർക്കിൽ ഭാഗമാണോ എന്നത് K-സ്മാർട്ട് തന്നെ പരിശോധിക്കുകയാണ്. സർ, IAY, BPL കാർഡ് തുടങ്ങിയ രേഖകൾ പരിശോധിച്ച് സ്ത്രീ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് സിസ്റ്റം ഉറപ്പാക്കുന്നു. എല്ലാ സർക്കാർ സംവിധാനങ്ങളുമായുള്ള ഇൻ്റഗ്രേഷനിലൂടെയാണ് ഇത് സാധ്യമാക്കിയത്. അദ്ദേഹത്തിന് അറിയാം ഇതെങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന്. ഇത്തരമൊരു സംവിധാനം പ്രത്യേകമായി K-സ്മാർട്ട് സംവിധാനം രൂപപ്പെടുത്തിയതാണ്. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്തിമമായി അംഗീകരിച്ച ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സുതാര്യത തന്നെയായിരുന്നു. എല്ലാ ഘട്ടങ്ങളിലും സുതാര്യത ഉറപ്പാക്കി തിരഞ്ഞെടുത്ത ഗുണഭോക്തൃ ലിസ്റ്റാണ് ഇവിടെ ഉള്ളത് എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ല. എന്തുകൊണ്ടോ അത് അട്ടിമറിക്കാനുള്ള എന്തോ ശ്രമം നടക്കുന്നു എന്നാണ് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് തോന്നിയവർക്ക് കൊടുക്കുന്ന നിലയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെപ്പോലുള്ള ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട വാചകമല്ല. സർ, ആ ഗൗരവമായ പരിശോധന, അതിലൂടെ സുതാര്യത ഉറപ്പുവരുത്തിയാണ് ഈ പറയുന്ന അപേക്ഷകൾ അർഹത തീരുമാനിക്കുന്നുവെന്നത്. ആ അർഹതയുടെ ഭാഗമായി തീരുമാനിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഫെബ്രുവരി മുതൽ
ഇത് നൽകുന്ന നിലയുണ്ടായത്. ഫെബ്രുവരി മുതൽ നൽകി തുടങ്ങിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. തീരുമാനിച്ച് അപേക്ഷ ക്ഷണിച്ച് അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിക്കുന്നതിന് സമയമെടുക്കും. അതിൻ്റെ ഭാഗമായാണ് ഫെബ്രുവരി മുതൽ നടപ്പാക്കുന്ന നിലയുണ്ടായത്. സർ, ഇക്കാര്യത്തിൽ എന്താണ് ഈ പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ്? സർ, ഇപ്പോഴും ഈ പദ്ധതി തുടരും എന്ന് അസന്ദിഗ്ധമായി അദ്ദേഹം പറയുന്നില്ല. അതാണോ ഒരു ഗവൺമെൻറ്റിന് വേണ്ടി മുഖ്യമന്ത്രി പറയേണ്ടത്? സർ, ഇവിടെ ആവർത്തിച്ച് ആശങ്കകൾ വ്യക്തമാക്കുമ്പോൾ ആ ആശങ്ക ദൂരീകരിക്കത്തക്ക നിലയിൽ മറുപടി പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബാധ്യസ്ഥനല്ലേ? പക്ഷേ അദ്ദേഹം എന്തോ കാരണവശാൽ ഇത് തുടർന്ന് നടപ്പാക്കുന്നതിനോട് വിമുഖത കാണിക്കുകയാണ്. സർ, ഇവിടെ ആദ്യ 2 ആഴ്ച 14 ലക്ഷം അപേക്ഷയാണ് പോർട്ടൽ വഴി വന്നത്. സർ, ഈ അപേക്ഷകൾ സ്വാഭാവികമായി പരിശോധിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് 10 ലക്ഷം അർഹരായ ഗുണഭോക്താക്കളെ കാണുന്നത്. ആ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിൽ ധനസഹായ തുക അനുവദിക്കുകയും ചെയ്തു. സർ, നിലവിൽ 16 ലക്ഷം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിലുണ്ട്. സർ, ഏത് ഇത്തരം പദ്ധതികളും തുടങ്ങുന്ന സമയത്ത് തന്നെ പൂർണ്ണമായും ആളുകൾ അപേക്ഷിച്ചു എന്ന് വരില്ല. അപേക്ഷിക്കുന്നതിന് കുറച്ച് സമയമെടുക്കും. ഓരോ പദ്ധതിയും പരിശോധിച്ചാൽ കാണാൻ കഴിയും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ എണ്ണം കൂടി വന്നു. കാരണം അർഹതയുള്ളവർ തന്നെ അപേക്ഷിക്കാനെടുക്കുന്ന കാലതാമസമാണത്. ഇവിടെ 14 ലക്ഷം ആദ്യം തന്നെ അപേക്ഷ വന്നു. അത് നല്ല നമ്പർ തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ 5 ലക്ഷത്തിലേറെ അപേക്ഷ പ്രോസസ്സ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അത് പ്രോസസ്സ് ചെയ്യാൻ ഉള്ള ഒരു നടപടിയും ഈ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. സർ, ഈ അപേക്ഷയിൽ എന്താണ് സർ രാഷ്ട്രീയം? എല്ലാവരും അപേക്ഷിക്കുകയല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പരിശോധിച്ച് നോക്കണം, മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 2.5 ലക്ഷത്തിലധികം അപേക്ഷ ആ ജില്ലയിൽ നിന്ന് മാത്രമായിട്ടുണ്ട്. സർ, രണ്ടാമത്തത് പാലക്കാടാണ്. ഇങ്ങനെ നോക്കിയാൽ അപേക്ഷകർ എല്ലാ ജില്ലകളിൽ നിന്നും വരികയല്ലേ നല്ല രീതിയിൽ. അല്ല, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോ? അർഹതയുള്ളവർ അപേക്ഷിക്കുകയല്ലേ? ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വം, അതാണ് ഈ പദ്ധതിയിലൂടെ നാം ഉദ്ദേശിച്ചത്. സർ, ഇക്കാര്യത്തിൽ സുപ്രീം കോടതി അടുത്ത കാലത്ത് നടത്തിയ നിരീക്ഷണം അതേറ്റവും പ്രസക്തമായതാണ്. അവിടെ സ്ത്രീകളുടെ അധ്വാനം അതാണ് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ആധാരം. അത് ഗാർഹിക ജോലിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. സർ, സുപ്രീം കോടതി പറയുന്നതിന് മുൻപ് തന്നെ നാം നടപ്പാക്കിയ പദ്ധതിയാണിത്. ഈ പദ്ധതിയോട് ഇത്തരത്തിലൊരു വിമുഖത മുഖ്യമന്ത്രി കാണിക്കുന്നത് ശരിയല്ല, ഗവൺമെൻറ് കാണിക്കുന്നത് ശരിയല്ല. എന്തിനാണ് പാവപ്പെട്ട സ്ത്രീകളോട് അനാവശ്യമായ വീറും വാശിയും കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോഴും അല്ലെങ്കിൽ ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുകയാണ് ഗവൺമെൻറ് ഈ മനോഭാവം മാറ്റുമെന്ന്. ആ മാറ്റുമെന്ന പ്രതീക്ഷയോടെ മറ്റു കൂടുതൽ നടപടികളിലേക്ക് കടക്കാതെ ഈ സമീപനത്തോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.